ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രേണു സുധിയുടെ ക്യാൻസർ കോട്ടയം മെഡിക്കൽ കോളേജ് ചെക്കപ്പിന് അവിടെയാണോ ട്രീറ്റ്മെൻറ്റ്. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പം അമ്മാനമാടുന്ന ഒരു കേസാണ് രേണു സുധിക്ക് ക്യാൻസർ ഉണ്ട് ഇല്ലയോ. രേണു സുധിക്ക് ക്യാൻസറിൻ്റെ ചികിത്സ എവിടെയാണ്. അതിലെ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അത് രേണു സുധി പറയുന്നുണ്ട് രേണു സുധി ക്യാൻസർ ഇല്ല. അത് ചുറ്റി ഞാനൊരു വീഡിയോ ചെയ്തത്. അവർക്ക് ക്യാൻസർ ഇല്ല, വെറുതെ അവരെ ഇട്ടേക്ക്. ഞാനത് പഠിക്കാതെയാണ് വീഡിയോ ചെയ്തത്. പക്ഷേ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ചെയ്തത്, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി തിരക്കി നോക്കുക, അവർക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഞാൻ കണ്ടു. അതെൻ്റെ ഇതെല്ലാം അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. ഈ കമൻറ്റിൽ അവർ പറയുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റ് വരെ രേണു സുധി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കോട്ടയംകാരനാണ്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ, ഞാൻ നേഴ്സാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ഞാൻ തിരക്കി. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല. രേണു സുധി അവിടെ പോയിട്ട് വന്നിട്ടില്ല. ക്യാൻസറിന് ചികിത്സിക്കാനോ അല്ലാതെ എന്തെങ്കിലും ഇതിനോ രേണു സുധി അവിടെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അത് മാത്രമല്ല, രേണു സുധി ചങ്ങനാശ്ശേരിക്കാരിയാണ്. ചങ്ങനാശ്ശേരി കോട്ടയമൊക്കെ നമ്മുടെ ഇതുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു ചെക്കപ്പ് രേണു സുധി ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വ്യക്തി എനിക്ക് കമൻറ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തത്. പിന്നെ രേണു സുധി പരുമല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. പരുമല ഹോസ്പിറ്റലാണ് രേണു സുധി ബ്രസ്റ്റിൻ്റെ ക്യാൻസറിനെന്നുള്ള ചെക്കപ്പ് ചെയ്തത്. അതെനിക്കറിയാം. അല്ലാതെ കോട്ടയം മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെൻറ്റോ അല്ലാതെ കോട്ടയം മെഡിക്കൽ കോളേജ് രേണു സുധി വരും ഒന്നും ചെയ്തിട്ടില്ല. പല വീഡിയോയിലും ഞാൻ കണ്ടു കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്, കോട്ടയം മെഡിക്കൽ കോളേജിൽ ആണ് രേണു സുധി ചെക്കപ്പ് ചെയ്തത്. അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ രേണു സുധി ചെക്കപ്പ് ചെയ്തത് കോട്ടയം മെഡിക്കൽ കോളേജിലല്ല, പരുമല ഹോസ്പിറ്റലാണ്. പരുമല ഹോസ്പിറ്റലാണ് രേണു സുധി ചെക്കപ്പിന് വന്നത്. അല്ലാതെ കോട്ടയം മെഡിക്കൽ കോളേജ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തിയില്ല, അവിടെ ഡോക്ടർമാരെ കാണാൻ പോയിട്ടില്ല. പരുമല ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയോ നേഴ്സുമാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ ലീക്കായ ഒരു സംഭവമാണ് രേണു സുധിക്ക് ക്യാൻസർ ആണ്. അത് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ലീക്കായത്. അല്ലാതെ കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് രേണു സുധിക്ക് യാതൊരു ബന്ധവുമില്ല, അവരവിടെ പോയിട്ടുമില്ല. പല ആളുകളും വീഡിയോ കാണുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ്, കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അതൊക്കെ വെറുതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. ഞാൻ അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. മാത്രമല്ല, ഞാനൊരു നേഴ്സാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് മെഡിക്കൽ ഇതുമായിട്ട് അവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അവരുമായിട്ട് തിരക്കിയപ്പെട്ടു, അവിടുത്തെ ഡോക്ടർമാരുമായിട്ട് തിരക്കി, അവിടുത്തെ നേഴ്സുമാരുമായിട്ട് തിരക്കിയിട്ട് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം വീഡിയോ ഇടാനായിട്ട്. എനിക്കിത് കൺഫേം ആക്കണമായിരുന്നു. പരുമല ഹോസ്പിറ്റൽ രേണു സുധി പോയിട്ടുണ്ട്. അവിടുത്തെ നേഴ്സുമാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അത് ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി അവർ കൂടുതൽ വിവരത്തെക്കുറിച്ച് അവർ പറയാൻ റെഡിയല്ല. പരുമല ഹോസ്പിറ്റലിലെ നേഴ്സിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് അവിടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതുണ്ടോ ഇല്ലയോ എന്ന് അവർ പറയുന്നില്ല. അത് അവരുടെ ഇതായതുകൊണ്ട് അത് നിങ്ങൾ വീഡിയോ ഇടും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇടാതിരുന്ന, അല്ലെങ്കിൽ ഇത് എനിക്ക് എഴുതിത്തരാമെങ്കിൽ ഞങ്ങൾ കാര്യം പറയാം എന്നോട് പറഞ്ഞു. പക്ഷേ ഇവർക്ക് നമ്മൾ വീഡിയോ ഇടുന്നുണ്ടോ അവർക്കൊരു വിശ്വാസക്കുറവ്, അതുകൊണ്ട് അവരത് പറഞ്ഞില്ല. അതിലേതോ ഒരു നേഴ്സിൽ നിന്ന് ഞാൻ ചോദിച്ച ആൾ എന്നെ ഇതത്രയും എന്നോട് പറഞ്ഞുള്ളൂ. ഏതോ ഒരു നേഴ്സിൽ നിന്ന് അത് ലീക്കായ കേസിട്ടാണ് ഈ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് എല്ലാവർക്കും കൺഫ്യൂഷൻ വരില്ല. കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് രേണു സുധി പോയിട്ടുമില്ല, അവിടെ വന്നിട്ടുമില്ല, അവിടെ ഡോക്ടറെ കണ്ടിട്ടുമില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുമില്ല. അത് സത്യാവസ്ഥ കാര്യമാണ്. ഞാൻ തിരക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ രേണു സുധിക്ക് പറയാം, എനിക്ക് ക്യാൻസർ ഉണ്ട്. ഇപ്പം എല്ലാവരും മനുഷ്യരുണ്ട്, എല്ലാവർക്കും അസുഖങ്ങളുണ്ട്. പറയാം, ക്യാൻസർ ഉണ്ടെന്ന് പറയാം. പിന്നെ അവർ ഇല്ലാതെ കിടന്ന് ഉരുളും. ആദ്യമൊക്കെ അവർ പറഞ്ഞ് എനിക്ക് ക്യാൻസർ ഒന്നുമില്ല, എന്നെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ഇപ്പം അവർ പറയുന്നത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ വീട്ടിൽ കാശുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇല്ലാതെ ആൾക്കാർ പറഞ്ഞു വരത്തില്ല. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാക്കി വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരയ്ക്കുക. താങ്ക് യു, ബൈ ബൈ.